Not everybody in this world is an English teacher. To notice your mistake, to notice your grammar, and to notice your vocabulary. Hello, everybody, welcome back to my YouTube channel and welcome back to a new video. My name is Fami, and I hope all of you are doing great. So, in this video, we will be practicing simple sentences. Okay, before starting our practice, let me tell you something to all my dear parents who are willing to speak in English and who are ready for the practice. നാണക്കേടായിട്ടും പേടിയായിട്ടും ടെൻഷനായിട്ടും ഈവൻ വിത്ത് അവർ കിഡ്സ് ഇംഗ്ലീഷ് മുണ്ടാൻ പേടിയുള്ള കുറേ ആൾക്കാരുണ്ട് നമ്മളുടെ ഇടയിൽ. I wanna ask these parents why you are worried. പേടിക്കുന്നതിന് ടെൻഷൻ എന്തിന് നാണക്കേട് എന്തിന് You just go and stand in front of the mirror and just ask, why am I scared? ഞാൻ എന്തിനു പേടിക്കണം? Do you want to speak in English? അപ്പോൾ പിന്നെ പേടിയൊന്നും മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല. പേടിക്കാൻ പാടില്ല, ടെൻഷൻ ആവാൻ പാടില്ല. Let the words, let the sentence come out of your mouth. വായിന്ന് എന്തെങ്കിലും പുറത്ത് വന്നെങ്കിലല്ലേ നമുക്ക് പേടിയാവേണ്ട ആവശ്യമുള്ളൂ. Let the sentence and the words come out of your mouth. Utter something. Let the mistake come out. Then we will correct it. പുറത്തേക്ക് എന്തെങ്കിലും വേർഡ്സ് വന്നെങ്കിലല്ലേ നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റും. കറക്റ്റ് ആക്കിയെങ്കിൽ നമ്മൾ സ്റ്റഡി ആവും. സോ യു ഹാവ് ടു സ്പീക്ക് സംതിങ്. തെറ്റായെങ്കിലും സാരമില്ല, തെറ്റിയതിന് ശേഷം നമുക്കതിനെ കറക്റ്റ് ആക്കാം. സോ ഇങ്ങനെ മടിയുള്ള കുറച്ച് മടി പിടിച്ചിട്ട് നിൽക്കുന്ന ഉമ്മമാർക്ക് അല്ലെങ്കിൽ ഗാർഡിയൻസിന് കുറച്ച് സിമ്പിൾ സെൻറ്റൻസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വായിക്കും, അതിന് ശേഷം നിങ്ങൾ വായിക്കണം, എൻ്റെ ശേഷം നിങ്ങൾ വായിക്കണം. Okay, then you will be getting practice. So without making any further ado, let's get started. First of all, I'm very sorry. There is a ring light in there. ഒരു ഷാഡോ വരുന്നുണ്ട് because my family is sleeping in the room, so they will be disturbed when I switch on the light. So I'm just adjusting with the light what I have. So let's get started. Number 1. Why are you crying? ഞാൻ പറയും ആദ്യം, അതിന് ശേഷം നിങ്ങൾ പറയണം. ഓക്കെ, why are you crying? മീനിങ് നിങ്ങൾക്ക് അറിയുന്ന ഞാൻ വിചാരിക്കുന്നത്. അറിയുന്നില്ലെങ്കിൽ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതണം. അപ്പോൾ ഞാൻ അതിൻ്റെ മീനിങ് അടക്കം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വരും. Number 2. Open your book. Number 3. Don't do that. 4. Wake up. 5. Look at me. 6. Brush your teeth. 7. Do you like it? 8. Don't cry. 9. Are you okay? 10. Sit down. 11. Get up. 12. What happened? Before moving to 13th, it's a request and you have to do 2 things for me. If you are visiting this channel for the first time, please subscribe to my channel and press the bell icon and enable all options so that you will be getting all my videos that I upload in future days. So let's get number 13. Take it. 14. Don't talk. 15. Take a bath. ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങളും പറയണം, നിങ്ങളും പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ,
നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഈസി ആവും പഠിക്കാൻ, ഇംഗ്ലീഷ് പഠിക്കാൻ. ഇത് അധികം ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആൻഡ് സ്മോൾ സെൻറ്റൻസസ്, ചെറിയ ചെറിയ കുഞ്ഞുങ്ങളോട് ചെറിയ ചെറിയ വിഷയം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത്. നമ്പർ 16, hold it. Number 17, do you want to play? 18, go outside and play. 19, do you like chocolate? 19, do you like chocolates? 20, say sorry to him. 21, don't hurt him. ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങളും പറയണം. പ്രാക്ടീസ് ആക്കും തോറും നമ്മളെ മൈൻഡിൽ അത് ഓർമ്മയായിക്കൊണ്ടിരിക്കും. അറ്റ്ലീസ്റ്റ് ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു 5 ടൈംസ് എങ്കിലും നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കണം. ഇഫ് യു വാണ്ട് യു ക്യാൻ ടേക്ക് എ പീസ് ഓഫ് പേപ്പർ ആൻഡ് പെൻ. അതിൽ വേണമെങ്കിൽ എഴുതിയിട്ട് വെക്കാം, വേണമെങ്കിൽ വീഡിയോ പോസ് ആക്കിയിട്ട് നിങ്ങൾക്കിതെല്ലാം എഴുതിയെടുക്കാം. അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇത് പ്ലേ ആക്കിയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. 21, don't hurt him. 22, you are so cute. പ്രാക്ടീസ് ചെയ്യണം, ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങളും പറയണം. 23, what is your name? 24, how old are you? 25, hurry up. 26, you are getting late. Before going to 27, again, I'm asking you to share this video to your friends and family circle. ചെറിയ ചെറിയ പിള്ളേരുള്ള പുരയിൽ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓർക്കും കൂടി ഒരു അറിവാവും ഇത്. ഓക്കെ, എല്ലാവർക്കും ഇതിപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. ഓക്കെ, സോ 27, don't move. 28, do it right now. 29, stand still. 30, are you sure? 31, go ahead. 32, look at that tree. 33, it is so beautiful. 34, have you finished your lunch? 35, finish it quickly. ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങളും പറയണം. 36, did you hurt her? 37, why did you do this? 38, get me your pen please. 39, don't shout. 40, keep quiet. 41, stand up. 42, comb your hair. 43, can you dance? 44, eat slowly. 45, listen to me. 46, don't go there. 47, be careful. 48,
What is this? 49. I don't know. 50. Put on your shoes. 51. What are you doing? അപ്പോൾ നമുക്ക് നമ്മൾ പ്രാക്ടീസ് തുടങ്ങാം. അപ്പോൾ ഞാൻ ഈ സെൻറ്റൻസസ് എല്ലാം ഈ സ്മോൾ സെൻറ്റൻസസ് എല്ലാം ഞാൻ പറയും. അതിൻ്റെ ഒന്നിച്ച് അതിൻ്റെ മീനിങ്ങും പറയും. അപ്പം നിങ്ങൾക്ക് ഈസി ആവും. ഫസ്റ്റത്തെ പ്രാവശ്യം ഞാൻ പറയും, അതിന് ശേഷം ഞാൻ ചെറിയൊരു ഗ്യാപ്പ് വെക്കും. അപ്പോൾ നിങ്ങൾ പറയണത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, നമ്പർ വൺ. വൈ ആർ യു ക്രൈയിങ്? നീ എന്തിനു കരയുന്നത്? നമ്പർ 2. ഓപ്പൺ യുവർ ബുക്ക്. നിന്റെ ബുക്ക് തുറക്ക്. നമ്പർ 3. ഡോണ്ട് ഡു ദാറ്റ്. അത് ചെയ്യണ്ട. റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഓക്കെ. നമ്പർ 4. wake up. ഇവിടെ വേക്കപ്പും ഗെറ്റപ്പും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പറഞ്ഞെങ്കിൽ, വേക്കപ്പ് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു അലാം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രാവിലെ അതിൻ്റെ സമയത്ത് അത് കൂക്കാൻ കഴിയും. അപ്പം നമ്മൾ ഉറക്കത്ത് എണീക്കുന്നില്ലേ, അതിനെ പറയും വേക്കപ്പ്. അതേസമയം ഗെറ്റപ്പ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്കുണ്ട് ഇനി പഠിക്കാൻ ഗെറ്റപ്പ്. ഗെറ്റപ്പ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ആ ബെഡെല്ലാം വിട്ടിട്ട് റൂം അളക്കിയിട്ട് പോകുന്നില്ലേ അപ്പുറത്തേക്ക്, അതിനെ ഗെറ്റപ്പ് എന്ന് പറയും. ഓക്കെ. നമ്പർ 5. ലുക്ക് അറ്റ് മീ. എന്നെ നോക്ക്. നമ്പർ 6. ബ്രഷ് യുവർ ടീത്ത്. പല്ല് തേക്ക്. നമ്പർ 7. ഡു യു ലൈക്ക് ഇറ്റ്? നിനക്കത് ഇഷ്ടമാ? നമ്പർ 8. ഡോണ്ട് ക്രൈ. കരയണ്ട. നമ്പർ 9. ആർ യു ഓക്കെ? പറഞ്ഞില്ലേ, ഇപ്പൊ നിനക്ക് നേരായ ഓക്കെ അല്ലേ നീ? ആർ യു ഓക്കെ? അങ്ങനെ. നമ്പർ 10. സിറ്റ് ഡൗൺ. ഇരിക്കി. 11. ഗെറ്റ് അപ്പ്. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞില്ലല്ലോ. 12. വാട്ട് ഹാപ്പൻ? എന്തായി? 13. ടേക്ക് ഇറ്റ്. ഇതെടുത്തോ. 14. ഡോണ്ട് ടോക്ക്. മിണ്ടണ്ട. 15. ടേക്ക് എ ബാത്ത്. കുളിക്കി. നമ്പർ 16. ഹോൾഡ് ഇറ്റ്. ഇത് പിടിക്ക്. 17. ഡു യു വാണ്ട് ടു പ്ലേ? നിനക്ക് കളിക്കണ? 18. ഗോ ഔട്ട്സൈഡ് ആൻഡ് പ്ലേ. പുറത്ത് പോയിട്ട് കളിക്കി. 19. ഡു യു ലൈക്ക് ചോക്ലേറ്റ്? നിനക്ക് ചോക്ലേറ്റ് ഇഷ്ടമാ? 20. സേ സോറി ടു ഹിം. അവനോട് സോറി പറയേ. 21. ഡോണ്ട് ഹേർട്ട് ഹിം. ഒരു നൊമ്പലാക്കല്ല. 22. യു ആർ സോ ക്യൂട്ട്. നിന്നെ കാണാന് നല്ല പാങ്ങുണ്ട്. 23. വാട്ട് ഈസ് യുവർ നെയിം? റിപ്പീറ്റ് ആക്കണം. ഹലോ. If you like my video, you have to do 2 things for me. Number 1,
You have to subscribe to my channel and press the bell icon and enable all option to get all my videos that I upload in my future days. Number 2. If you like my video, please share it to your family and friends circle. 24. How old are you? നിനക്ക് എത്ര വയസ്സായി? 25. ഞാൻ പറയുന്നതിന് ശേഷം നിങ്ങളും പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് 5 ടൈംസ് എങ്കിലും ഡെയിലി നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് ജീവിതത്തിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്കൊന്ന് മാറ്റിയെടുക്കണ്ടേ, ഇംഗ്ലീഷിലേക്കൊരു മാറ്റം വരുത്തണ്ടേ. എപ്പോഴും മലയാളം പിന്നെ നമ്മൾ എപ്പം പറയുന്നത് നമുക്ക് മറക്കാത്തൊരു സംഭവം. മലയാളത്തിൽ നമ്മൾ ഫീലിങ്സും ഇമോഷൻസും ഷെയർ ചെയ്യുന്നത്ര പാങ്ങ് വേറെ ഒരു ലാംഗ്വേജിനും നമുക്ക് കിട്ടിയില്ല. എല്ലാവർക്കും ഓരോരോ ലാംഗ്വേജ് ഇമ്പോർട്ടൻറ്റ്, ഓരോരോ നേറ്റീവ് ലാംഗ്വേജ് ആണ് ഇമ്പോർട്ടൻറ്റ്. മാത്രം നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചേ തീരും. 25. Hurry up. Bam. 26. You are getting late. ബൈന്നുണ്ട്. കുറച്ച് മുന്നേ ഞാൻ എൻ്റെ മോളെ മദ്രസിലാക്കുമ്പോൾ വാഷ്റൂം ഒന്നും വരുന്നേ ഇല്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞോണ്ട് ഹറി അപ്പ് സിദ്ര, ഹറി അപ്പ്, യു ആർ ഗെറ്റിംഗ് ലേറ്റ്. നമുക്ക് ആ സമയത്ത് അങ്ങനെ പറയാം. നല്ലോണം വൈകുന്ന സമയത്തെല്ലാം നമുക്ക് അങ്ങനെ പറയാം. 27. Don't move. അനങ്ങണ്ട. 28. Do it right now. ഇപ്പം ചെയ്യണം, ഇപ്പം ചെയ്യണം. 29. Stand still. Stand still. അങ്ങനെ നിൽക്കുക, അനങ്ങാണ്ട് നിൽക്കുന്നില്ലേ, അവിടെ തന്നെ നിൽക്കുന്നു, അതിനെ പറയും സ്റ്റാൻഡ് സ്റ്റിൽ. എനിക്ക് ശേഷം നിങ്ങളും പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യണം. Keep practicing, keep practicing and keep practicing. Number 30. Are you sure? നാളെ സ്കൂളില്ലാന്നല്ലോ പറയുന്നല്ലോ. Are you sure? ഉറപ്പന്നെയാ? 31. Go ahead. മുന്നോട്ട് പോവുക, മുന്നോട്ട് പോവുക. 32. Look at that tree. ആ മരത്തിനെ നോക്ക്. 33. It is so beautiful. അത് നല്ല പാങ്ങുണ്ട്. 34. Have you finished your lunch? ഉച്ചക്കത്തെ ഭക്ഷണം ഇല്ലേ, അത് തിന്നിട്ടായാന്ന് ചോദിക്കുന്നു. 35. Finish it quickly. Finish it quickly. പെട്ടെന്ന് തീർക്ക്. My son found the mic in my hand. അങ്ങനെ ഇപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. Now we will complete this practice as soon as possible. 36. Did you hurt her? ഓളെ നീ മുമ്പലാക്കീന? 37. Why did you do this? നീ എന്തിനിത് ചെയ്തത്? 38. Get me your pen please. നിന്റെ പെന്നൊന്ന് തരോ? 39. Don't shout. ഒച്ച വെക്കല്ല. 40. Keep quiet. നാദക്ക് അമ്മ പറയുന്ന കേട്ടിട്ട് my son used to say, Ma, മുണ്ടാദക്ക്. He used to imitate us. 41. Stand up. എണീക്ക്. 42. Comb your hair. തലവാര്, നിന്റെ തലവാര്. 44. Eat slowly. I'm sorry. 43. Can you dance? നിനക്ക് ഡാൻസ് ചെയ്യാൻ കഴിയോ? 44. Eat slowly. മെല്ലെ തിന്ന്. 45.
Listen to me. ഞാൻ പറയുന്ന കേക്ക്. What happened? Oh my god. Oh my god. 45. Listen to me. അത് കഴിഞ്ഞല്ലേ? 46. Don't go there. ആടെ പോണ്ട. We will complete it fast. Okay? 47. Be careful. ശ്രദ്ധിക്കണം. 48. What is this? 49. I don't know. അങ്കറിയില്ല. 15. Put on your shoes. Shoes ഇട്. 51. What are you doing? നീ എന്താക്കുന്നേ? അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് പെട്ടെന്ന് തീർത്ത് ബിക്കോസ് മൈ സൺ ഈസ് ക്രൈയിങ് ആൻഡ് ഇനിയും കുറച്ചു സെൻറ്റൻസസ് ഉണ്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അപ്പോഴേക്ക് ഞാൻ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്തു ഓക്കെ നല്ല സിമ്പിളായിട്ട് ഉള്ള സംഭവമാണ്. ഇനിയുണ്ട് ഗ്രാമറൊന്നും വേണ്ട, അങ്ങനത്തെ കുറച്ച് സെൻറ്റൻസസ് ഉണ്ട്, നമുക്ക് ഒന്നിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്, കീപ് വാച്ചിങ് ദിസ് വീഡിയോ ടു ദ എൻഡ്. ഓക്കെ, പിന്നെ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ഈസ് നോട്ട് സച്ച് എ ബിഗ് ഡീൽ. അത് വലിയൊരു സംഭവമൊന്നുമല്ല, സിമ്പിളാണ് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്ക്. അല്ലാത്തവർക്ക് അത് എപ്പോഴും വലിയൊരു മല പോലെ തന്നെ ആയിരിക്കും. ആഗ്രഹിക്കണേ വേണം, ഇംഗ്ലീഷ് മുണ്ടാനെ ആസ വെക്കണം, അതിൻ്റെ ഒന്നിച്ച് നമ്മൾ ഹാർഡ് വർക്കും ചെയ്യണം. ഹാർഡ് വർക്ക്. കീപ് പ്രാക്ടീസിങ്. നമ്മളടുക്ക് ഇപ്പൊ 4 ചങ്ങായിമാരുണ്ട്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടി ഞാൻ 4 ചങ്ങായിമാരെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളുടെ അടുത്തേക്ക്. അപ്പോൾ അത് ഞാൻ പറയാ. ഓക്കെ, ബിഫോർ ദാറ്റ് നമുക്ക് കുറച്ച് ഗ്രാമർ ഒന്നും ഇല്ലാത്ത കുറച്ച് സെന്റൻസ് ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അതിന് ശേഷം ആ 4 ചങ്ങായിമാരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പൊ പിന്നെ കൂടുതൽ നമുക്ക് ഈസി ആവും സ്പീക്കിംഗ് ഇംഗ്ലീഷ്. അപ്പോ മൈ ഡിയർ പേരൻസ്, ഗ്രാമറും വേണ്ട, ഒന്നും വേണ്ട, ഗ്രാമർ ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് ഇത് കുറച്ച് സിമ്പിൾ സെന്റൻസസ് ആണ്. അപ്പൊ ഇത് നമ്മ പുരയിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മ ഒരു ഇംഗ്ലീഷും ഉണ്ടെന്നുള്ള ഒരു ഫീല് നമുക്ക് വരും. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് നോക്കിയേക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോന്നേ. അപ്പോൾ നിങ്ങൾ അതിന് ശേഷം ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ഒരു പ്രാക്ടീസ് പോലെ. ഇതും ഞാൻ മുൻപ് പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് ഒരു 5 times എങ്കിലും ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തെങ്കിൽ എന്തായാലും നമുക്ക് കഴിയും. ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയാണ്ടിരിക്കില്ല, എന്തായാലും കഴിയും. നമുക്ക് ഒരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമ്മളെ പുരയിൽ കുഞ്ഞില്ലേ, എല്ലാവരുടെ പുരയിലും കുഞ്ഞു മക്കളുണ്ടാവും, അറ്റ്ലീസ്റ്റ് ഒരു കുഞ്ഞെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഓരോ മാറ്റങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഓരോള്ള ചേഞ്ചസ് ഓരോരോ ദിവസത്തിൽ എത്ര പ്രാവശ്യം വീഴുന്നുണ്ട്, കുറേ പ്രാവശ്യം വീഴുന്നില്ലേ. അപ്പോൾ ഒരിക്കൽ വീണെന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെയും ട്രൈ ചെയ്യാണ്ടിരിക്കുന്നില്ല, ഒരു മാക്സിമം ട്രൈ ആക്കുന്നു. വീന്ന് എണിക്കുന്നു, പിന്നെ ഒന്ന് നടക്കുന്നു, എന്നിട്ട് പിന്നെയും കുറച്ച് കഴിയുമ്പോൾ അതിലപ്പുറത്ത് വീന്ന്, എന്നിട്ട് അതിൽ നടക്കുന്നു. അങ്ങനെ ഓരോ മാക്സിമം ട്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഒരു നല്ല വൃത്തിക്ക് നടക്കാനും പഠിക്കുന്നു, പായാനും പഠിക്കുന്നു. അങ്ങനെ അപ്പോൾ ഒരു പ്രോവർബ് എനിക്ക് ഓർമ്മ വന്ന്, ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളെ പ്രാക്ടീസിലേക്ക് കിടക്കാം. Number 1. Let's go. Good morning. Let's go ന്റെ അർത്ഥം നമുക്ക് പോവാ അങ്ങനെ. Good morning, സുപ്രഭാതം. See you later എന്ന് പറഞ്ഞാൽ പിന്നെ കാണാം. ഓക്കെ, How are you? അപ്പം നമ്മൾ മലയാളത്തിൽ ചോദിക്കില്ലേ സുഖന്നല്ലേ, അങ്ങനെ ചോദിക്കില്ലേ, അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും How are you? I am doing well. അങ്ക് സുഖന്നെ അങ്ങനെ പറയും. ഓക്കെ, Me too എന്ന് പറഞ്ഞെങ്കിൽ അങ്കും സുഖന്നെ ആദ്യം ചോദിച്ചാലോ പിന്നെയും പറയും. അപ്പോൾ നെക്സ്റ്റ് നോക്കാം. താങ്ക് യു എന്ന് പറഞ്ഞാൽ നന്ദി. You are welcome
You are welcome. സ്വാഗതം. ഓക്കെ, അപ്പം ഞാൻ പറയുമ്പോൾ എൻ്റെ ഒന്നിച്ച് പറയണം. അപ്പോൾ ഓരോരോ സന്ദർഭം എത്തുമ്പോൾ നിങ്ങൾ ഇത് എന്തെങ്കിലും യൂസ് ചെയ്യണം. ഓക്കെ, കുറച്ചും കഷ്ടമുണ്ട്, കുറച്ച് കഷ്ടപ്പെടണം. എന്തിനു? നമുക്ക് തന്നെ ഒരു ബെറ്റർമെൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമുക്ക് കുറച്ചും കഷ്ടപ്പെട്ടിട്ട് ഇംഗ്ലീഷ് മുണ്ടിയിട്ട് നല്ലൊരു പുതിയൊരു വെറൈറ്റി ആയിട്ടുള്ള തന്നെ ഒരു ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആര് കഷ്ടപ്പെടുന്നേ? നമ്മ തന്നെ കഷ്ടപ്പെടുന്ന. ആർക്ക്? നമുക്ക് തന്നെ. അപ്പോൾ നമുക്ക് പിള്ളമാരെടുക്കെല്ലാം നല്ല വൃത്തിക്ക് ഇംഗ്ലീഷെല്ലാം മുണ്ടിയിട്ട് നല്ല ഷൈൻ ചെയ്യാം. നമുക്ക് അറിയുന്ന ഇംഗ്ലീഷെല്ലാം മുണ്ടാൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. നോ പ്രോബ്ലം. No problem. സാരില്ല. Can I help you? Can I have you? Can I help you? Can I help നിന്നെ ഞാൻ സഹായിക്കണ. ഓക്കെ, നെക്സ്റ്റ് വൺ. കോൾ മീ. Call me. കോൾ മീ എന്ന് പറഞ്ഞത് എന്നെ വിളിക്ക്. ഓക്കെ, നെക്സ്റ്റ്. ടെക്സ്റ്റ് മീ. അങ്ക് മെസ്സേജ് ഇട്. Text me. നെക്സ്റ്റ് വൺ. ഐ എം ലേറ്റ്. അങ്ക് ബൈന്ന്. അങ്ക് ബൈന്ന് എന്ന് പറയുന്നെങ്കിൽ ഐ എം ലേറ്റ്. Uncle ബൈന്ന് പറഞ്ഞെങ്കിൽ I am late. ഓക്കെ, ഓൾമോസ്റ്റ് ദെയർ. നമ്മ എത്താനായി. നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്താനായി. ഓൾമോസ്റ്റ് ദെയർ അങ്ങനെ പറയുന്നെങ്കിൽ അങ്ങനെ പറയാം. സൗണ്ട്സ് ഗുഡ്. നമ്മ എന്തെങ്കിലും നല്ല ഉണ്ട് എന്ന് പറയില്ലേ, അതിന് നമ്മ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും. ഇറ്റ് സൗണ്ട്സ് ഗുഡ്. ഇറ്റ്സ് റെയിനിങ്. ഇറ്റ്സ് റെയിനിങ് എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നുണ്ട്. ഇറ്റ്സ് സണ്ണി. വെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മഴ പെയ്യുന്നുണ്ട്, പിന്നെ നല്ല വെയിലുള്ള സമയത്ത് ഇറ്റ്സ് സണ്ണി അങ്ങനെ പറയാം. ഐ എം ഹംഗ്രി. നമുക്ക് ഞാൻ പയിച്ചിട്ടുള്ളത് അങ്ങനെ പറയില്ലേ. അപ്പോൾ നമ്മൾ ഈ വാക്ക് ഉപയോഗിച്ചാൽ മതി. എത്ര സിമ്പിള്. വെരി സിമ്പിൾ, വെരി ഈസി. ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ ഉമ്മമാർക്കും ഇതെല്ലാം പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ പ്രാക്ടീസ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നെക്സ്റ്റ് വൺ. ഐ എം തേഴ്സ്റ്റി. നമുക്ക് താഴ്ച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ താഴ്ച്ചിട്ടുള്ളത്. ഐ എം ടയേർഡ്. ഞാനിപ്പോൾ നല്ലോണം തളർന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇത് നല്ല പാങ്ങുണ്ടല്ലോ, ഇത് നല്ല പാങ്ങുണ്ട് അങ്ങനെ പറയും. ഇറ്റ്സ് ഡെലീഷ്യസ്. നല്ല സ്വാദുള്ള ഫുഡെല്ലാം ഉണ്ടാക്കിയെങ്കിൽ ഇറ്റ്സ് ഡെലീഷ്യസ് അങ്ങനെ പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് പോകുന്നതിന് മുമ്പ്, ഇഫ് യു ആർ വാച്ചിങ് ദിസ് ചാനൽ ഫോർ ദ ഫസ്റ്റ് ടൈം, പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ആൻഡ് enable all ഓപ്ഷൻ. ഓക്കെ, ഇനിയൊരു കാര്യം കൂടി ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി സർക്കിളിലും ഇത് ഷെയർ ചെയ്യണം. ഓക്കെ, ലൈക്കും ചെയ്യണം. ഓക്കെ, നൗ ലെറ്റ്സ് കണ്ടിന്യൂ. ഐ ലവ് ഇറ്റ്. അത് എനിക്കിഷ്ടം. അതെനിക്ക് ഇഷ്ടപ്പെട്ട്. ഐ ലവ് ഇറ്റ്. അതെനിക്ക് ഇഷ്ടപ്പെട്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ പറയുന്നില്ലേ, അതിനെ പറയും. ഐ ഹേറ്റ് ഇറ്റ്. അതെനിക്ക് ഇഷ്ടമല്ല. എനിക്കങ്ങനെ ഇഷ്ടമല്ല. അത് അതിനെ പറയുന്നത് ലവിൻ്റെ ഓപ്പോസിറ്റാണ് ഹേറ്റ്. എന്തെങ്കിലും ഇഷ്ടക്കുറവായിട്ടുള്ളത് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഐ ഹേറ്റ് ഇറ്റ്. ഇതെനിക്ക് ഇഷ്ടമല്ല അങ്ങനെ പറയും. ഐ എം ഹാപ്പി. ഞാൻ ഭയങ്കര സന്തോഷത്തിലുള്ളത്. ഭയങ്കര എന്ന് പറയുമ്പോൾ വെരി വരും. അപ്പോൾ ഭയങ്കര ഉപയോഗിച്ച പ്രശ്നമൊന്നുമില്ല. ഐ എം ഹാപ്പി. എനിക്ക് സന്തോഷമായിട്ടുണ്ട് അങ്ങനെ പറയും. ഐ എം സാഡ്. ഞാൻ വല്ല ബേജാറിലുള്ളത്. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ആളും സന്തോഷത്തിലുള്ളത്. ഐ എം സാഡ്. ഞാനിപ്പോൾ ബേജാറിലുള്ളത്. നെക്സ്റ്റ് വൺ. കുഞ്ഞു സെൻറ്റൻസ് ആയതുകൊണ്ട് ഇടയിലുള്ള ഗ്യാപ്പ് കുറച്ച് കുറയുന്ന പോലെ എനിക്ക് തോന്നുന്നു. സ്റ്റിൽ നിങ്ങൾ ഇടയ്ക്ക് മെല്ലെ ഇതൊന്ന് പറയണം. ഞാൻ ഈ അർത്ഥം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗ്യാപ്പ് ഒരു കുറയുന്ന പോലെ എനിക്ക് ഫീലായി. ഓക്കെ, സോറി ഫോർ ദാറ്റ്. ഐ ആം ആംഗ്രി. ഞാൻ ഇപ്പോൾ ചൊടിച്ചിട്ടുള്ളതാണ്. എനിക്കിപ്പോൾ ചൊടി വന്നിട്ടുണ്ട്. അത് പറയണമെങ്കിൽ ഐ ആം ആംഗ്രി. ഐ ആം സ്കേർഡ്. ഐ ആം സ്കേർഡ്. ഞാൻ പേടിച്ചിട്ടുള്ളത് അങ്ങനെ പറയണമെങ്കിൽ അങ്ങനെ. ഐ ആം കൺഫ്യൂസ്ഡ്. നമുക്ക്
കൺഫ്യൂഷൻ ആയിട്ടുണ്ടാകുന്നില്ലേ? നമ്മൾ അങ്ങനെ മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? കൺഫ്യൂഷൻ തന്നെയല്ലേ പറയും? നമുക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെ തന്നെ പറയുന്നു. ഐ എം കൺഫ്യൂസ്ഡ്. ആ ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല നമ്മളെ മനസ്സിൽ. അതിന് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, നമുക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്ത് ഇവള് പറയുന്നത് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ സമയത്ത് നമുക്ക് ഈ സിമ്പിൾ സെൻറ്റൻസ് യൂസ് ആക്കിയിട്ട് നോക്കാം. ഓക്കെ, ഓപ്പൺ ദി ഡോർ. ഓപ്പൺ ദ ഡോർ. ഡോർ തുറക്ക്. ഓക്കെ, ക്ലോസ് ദ വിൻഡോ. ആ വിൻഡോ അടക്ക്. ഭയങ്കര മഴയല്ലേ, തണുപ്പല്ലേ, പിന്നെ ജനൽ വന്നാക്ക്. ടേൺ ഓൺ ദ ലൈറ്റ്. നമുക്ക് ഇത് പകരം സ്വിച്ച് ഓൺ ദി ലൈറ്റ് എന്നും പറയാം. സ്വിച്ച് ഓൺ ദി ലൈറ്റ് എന്ന് പറഞ്ഞെങ്കിൽ തെറ്റൊന്നുമല്ല, മാത്രം അധികം യൂസ് ആക്കല് ടേൺ ഓൺ ദി ലൈറ്റ് അങ്ങനെ പറയും. ഓക്കെ, ടേൺ ഓഫ് ദ ടി വി. ടേൺ ഓഫ് ദ ടി വി. ടി വി ബന്ധാക്ക്. അപ്പോൾ നമ്മൾ ഫാന് ഇപ്പോൾ സ്ലോയിലുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ ഫാൻ ഫാസ്റ്റാക്ക്, 5-ലിടുമോളെ അങ്ങനെയെല്ലാം പറയില്ലേ. അതിന് പകരം നമുക്ക് ടേൺ അപ്പ് ദ ഫാൻ. ടേൺ അപ്പ് ദ ഫാൻ. ടേൺ ഡൗൺ ദ മ്യൂസിക്. പാട്ടെല്ലാം വെച്ചിട്ട് കുഞ്ഞി കരഞ്ഞെങ്കും അറിയില്ല, എന്തും അറിയില്ല, നമുക്ക് കേൾക്കുന്നില്ല. ആ സമയത്ത് ടേൺ ഡൗൺ ദ മ്യൂസിക്. ആ പാട്ടിൻ്റെ സൗണ്ടെല്ലാം കുറക്ക്. സിറ്റ് ഡൗൺ. ഇരിക്കി. വാട്ട് ഈസ് യുവർ നെയിം? നിന്റെ പേരെന്ത്? വാട്ട് ഈസ് യുവർ ബ്രദേഴ്സ് നെയിം? നിന്റെ ബ്രദറിൻ്റെ പേരെന്ത്? അങ്ങനെ ചോദിക്കും. നെക്സ്റ്റ് വൺ, നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു. ഇപ്പം നിന്നെ കണ്ടതിൽ സന്തോഷം. ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഒരിക്കൽ കണ്ടത്, അപ്പോൾ കണ്ടിട്ടാകുമ്പോൾ നല്ല സന്തോഷം. നൈസ് ടു മീറ്റ് യു ടു. തിരിച്ചങ്ങോട്ട് പറയണമെങ്കിൽ യു ടു എന്ന് കൂട്ടിയിട്ടാകുമ്പോൾ ആ സെൻറ്റൻസ് അങ്ങോട്ടേക്കും പറയുന്ന പോലെയായി. നൈസ് ടു മീറ്റ് യു ടു. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞില്ലേ? അപ്പോൾ നമുക്കിപ്പോൾ അതിന് ശേഷം നമ്മളെ മനസ്സിലേക്ക് കുറച്ചൊരു ആശ്വാസം പോലെ ഇല്ലേ? നമുക്കുണ്ട്. അതെല്ലാം പ്രാക്ടീസ് ആക്കിയതിന് ശേഷം നിങ്ങൾക്കും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ സപ്പോസ് നമ്മൾ ഒരു ദിവസത്തിലെ കുറച്ച് സമയം ഇതിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ കുറച്ച് മെനക്കെട്ടിട്ട് ഇതിനെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മളെ മനസ്സ് എത്ര റിലാക്സ് ആകുന്നുണ്ട് എന്നത് നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അറിയാൻ പറ്റും. പിന്നെ ഇത് ഒരു മാസം വരെ ഇതേപോലെ റിപ്പീറ്റ് ചെയ്തെങ്കിൽ അപ്പം കിട്ടുന്ന മാറ്റവും അത് അനുഭവിച്ചിട്ട് തന്നെ അറിയണം. ഓക്കെ, ഇറ്റ്സ് എ വെരി വെരി ഗുഡ് എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇംഗ്ലീഷ് ഇത്ര ഈസിയായി, ഇത്ര സിമ്പിൾ ഉണ്ടായിനാ? ഞാൻ വെറുതെ ഇങ്ങനെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എന്നെ പേടിച്ചതും നാണക്കേടാക്കിയതും എല്ലാം വെറുതെ അല്ലോ അങ്ങനെ വിചാരിക്കും. അപ്പോൾ ഇംഗ്ലീഷിനെ സിമ്പിളായിട്ട് കാണാം. നമ്മളെ നേറ്റീവ് ലാംഗ്വേജിനെ പോലെ തന്നെ നമുക്ക് ചെറുപ്ര എന്ന് പറയാൻ കഴിയും. കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. ബിക്കോസ് അത് നമ്മളെ സ്വന്തം ഭാഷ അല്ലാത്തതുകൊണ്ട് കുറച്ചും മെനക്കെടണം. അത് പിന്നെ നമ്മളെ സറൗണ്ടിങ്സ്, നമ്മളെ എൻവയൺമെൻറ്റ്, നമ്മളെ പുരയിൽ തന്നെ എപ്പോഴും എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ നേറ്റീവ് ലാംഗ്വേജ് പോലെ തന്നെ നമുക്ക് ഈസി ആവും. മാത്രം ഇത് അങ്ങനെയല്ല, നമുക്ക് കുറച്ച് എഫേർട്ട് എടുത്തിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് നമ്മളെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആക്കേണ്ടി വരും ഈ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് മെനക്കെട്ടാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ റിയൽ ലൈഫ് എന്നുള്ള എൻ്റെ മംഗലം കഴിയുന്നതിന് മുന്നേ നമുക്ക് നെയ്പ്പത്തൽ അങ്ങനെ ഒന്നും ചൂടാൻ അറിയുന്നുണ്ടായിട്ടാ. ബട്ട് ഈടെ എൻ്റെ മാപ്പിളുടെ അടുത്ത് എത്തിയതിന് ശേഷം ഞാനത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ നല്ല അടിപൊളി നെയ്പ്പത്തൽ ഞാൻ ചുടുന്നുണ്ട്. ഇപ്പം എൻ്റെ പിറക്ക് പോയിട്ട് എൻ്റെ ഉമ്മ, ഈവൻ മൈ ഉമ്മ ഇസ് വെയിറ്റിംഗ് ഫോർ മീ നീ വന്നതിന് ശേഷം നമുക്ക് ആപ്പൻ ചുട്ടു തരണം. ദിസ് ഇസ് മൈ മദർ ഇൻ ലോസ് റെസിപ്പി. ആൻഡ് അതിപ്പോൾ ഞാൻ നല്ല ഭംഗിയായിട്ട് പ്രാക്ടീസ് ഉള്ളത് കൊണ്ടാണ് അത് അത്ര നല്ല അപ്പായത്. ഇത് ഞാൻ പറഞ്ഞത് പ്രാക്ടീസ് ചെയ്യലോടുകൂടി നമുക്ക് എല്ലാം ഈസി ആവുന്നതെന്ന് പറഞ്ഞത്. പ്രാക്ടീസ് ആക്കിയിട്ട് ഈസി ആകുന്നിടത്തോളം എല്ലാം ടഫ് തന്നെ ആയിരിക്കും. ആദ്യം അത് നമുക്ക് ഭയങ്കര ടഫ് ഉണ്ടായിന്, ഭയങ്കര കട്ടിക്കുണ്ടായിന്, അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടായിന്. പിന്നെ ഞാൻ പ്രാക്ടീസ് ആക്കി, പിന്നെ അതിന് ശേഷം ഇപ്പം നല്ല അടിപൊളി നെയ്പ്പത്തൽ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അതേപോലെ നിങ്ങൾക്കും തെറ്റുന്നു പറഞ്ഞിട്ട് ഡ്രോപ്പ് ആക്കാണ്ട് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നെക്സ്റ്റ് ടൈം ആ മിസ്റ്റേക്സ് ഇല്ലാതാക്കാം. എന്നിട്ട് മിസ്റ്റേക്സിൻ്റെ അളവ് മെല്ലെ കുറച്ച് ലാസ്റ്റ് ഫൈനലി നല്ല അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ മുണ്ടാൻ നമ്മൾ പഠിക്കും. അപ്പോൾ എൻ്റെ പേരൻസിനോട് പറയാനുള്ളത് മാക്സിമം ഇതെല്ലാം ഒന്ന് പുരയിൽ ട്രൈ ചെയ്യണം. എപ്പോഴും ട്രൈ ചെയ്യണം. ഒരു ദിവസം മാത്രം ചെയ്തെങ്കിൽ ഗുണം കിട്ടിയില്ല. വി ഹാവ് ടു ട്രൈ ഇറ്റ് ഡെയിലി.
കുറച്ച് സമയം കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ഈ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടും. ഓക്കെ, കുറേ കുറേ വലിയ വീഡിയോ ആയി പൊന്നെ. ഇനിയും കൂടി കുറേ പറഞ്ഞെങ്കിൽ ബോറിംഗ് ആവും. സോ ഇതെല്ലാം ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. കീപ് പ്രാക്ടീസിങ്, കീപ് പ്രാക്ടീസിങ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെയുള്ള കോമെൻറ്റ് ബോക്സിൽ എഴുതിക്കോ. അപ്പോൾ അത് ഞാൻ വായിക്കാം. ഇടത്തോളം എനിക്ക് കോമെൻറ്റ്സ് ഒന്നും അങ്ങനെ കിട്ടലില്ല. അപ്പോൾ എല്ലാവരും കാണലുണ്ടോ ഇല്ലേന്നും എനിക്കറിയില്ല. ജസ്റ്റ് സ്കിപ്പാക്കിയിട്ട് പോകുന്നതൊന്നും എനിക്കറിയില്ല. സോ നല്ലതും പൊട്ടും എല്ലാം അതിൽ എഴുതിയെങ്കിൽ നമുക്ക് മനസ്സിലാവും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ ഇല്ലേ. കുറച്ച് കമൻസ് മാത്രം നമുക്ക് കിട്ടലേ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം അതിലറിയിക്കണം. അത് ക്ലാസ് പാങ്ങില്ലെങ്കിൽ പാങ്ങില്ല എന്നറിയിക്കുക, പാങ്ങുണ്ടെങ്കിൽ പാങ്ങുണ്ടെന്ന് അറിയിക്കുക, എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതും അറിയിക്കുക. ഓക്കെ, വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരും. ബൈ.